ഇത് കൊടുത്ത് വേറൊരെണ്ണം വാങ്ങിക്കാൻ നോക്ക്. ഇരിക്കുന്നൊക്കെ എന്നെ മുടക്കി. ഞാൻ എന്തേതാ നിങ്ങൾക്ക് ഈ ചെക്കനെ വിറ്റ് കാശ് വാങ്ങിച്ചൂടെ? വല്ലോം പറ. ആ ചെറുക്കനെ വിറ്റാ കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ തലേ കയറി ഇറങ്ങും. എന്നിട്ടൊരു കാർ വാങ്ങിക്കും. ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്തോ. ആ നോക്ക്. നീ എന്ത് ചെയ്യാൻ മാറി? ഞാൻ പോരാടാ. വണ്ടി സ്റ്റാർട്ട്. സോറി. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. മേരി ചേച്ചി എന്തു പറ്റി സുജാത? ഇത് തോമസ് രാവിലെ ഓട്ടം കഴിഞ്ഞ് വന്ന് വണ്ടി നിർത്തിയേച്ചും ചായ കുടിക്കാൻ പോയതാണ്. ആ നേരം റിട്ടോ കയറി ഗിയറിലെങ്ങാനും തട്ടി ദാ കിടക്കണ് ജീപ്പ് മറിഞ്ഞ് കുഴിയില്. ചെറുക്കനൊന്നും പറ്റിയ? ചെറുക്കനൊന്നും പറ്റിയില്ല, അവന്റെ സിനിമ സ്റ്റൈലിൽ ചാടി. ദൈവത്തിന്റെ കൃപ. കണ്ണി കൊള്ളാനുള്ളത് പിരിയത്തും ഉണ്ടല്ലോ. ചെറുക്കൻ ഇന്ന് കൊള്ളാനുള്ളത് എന്തായാലും ഇന്ന് കൊള്ളു. സിന്ധു എന്തേ? സിന്ധുവിനെ വിളിച്ചിട്ടുണ്ട്, ഡ്യൂട്ടിക്ക് പോയേക്കണേണ്, ഇപ്പൊ വരും. മേരി ചേച്ചി, ഓ ജോർജേട്ടൻ പകുതി വന്നിട്ട് തിരിച്ചു പോയല്ല. ഇങ്ങനെയാണ് ഈ നാട്ടിലെ ആണുങ്ങളൊക്കെ. ഓ നീ നേരത്തെ വന്നിരുന്നെങ്കിൽ തല്ലിക്കറ്റം വേറെ ആളെ വേണ്ടായിരുന്നില്ല. ഒന്ന് ഓടിയണേ. അതെ, ഞാൻ തമാശ പറഞ്ഞതല്ല. ആരാണ്ട് വിളിച്ച ഫോണും കൊണ്ട് ഓടിപ്പോയേക്കണത്. ഇനി വല്ലരും മരിച്ചോ ആവോ. കഞ്ഞി ഇപ്പൊ തറയിൽ കിടന്നേനെ. എന്തേ വീട്ട് അമ്മ ഇപ്പൊ വരും. ഇല്ല, പേടിക്കണം. ഞാൻ ജീപ്പ് വരണ്ട, ആരും വരൂല. നീ ഒരു നീ ഇത്ര മെനക്കെട്ട് പരിപാടി ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ചേച്ചി, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. നിനക്കപ്പോ അങ്ങനെ പല വേഷം കിട്ടും തോന്നും. അതൊന്നും ഇവിടെ നടക്കില്ല. നീ പോയേ അപ്പനെ ആൽബി വരുന്നതിന് മുമ്പ് കേട്ടോളെ. നിന്നെ ശരിയാക്കട്ടെ. അപ്പനോട് വരട്ടെ. നിനക്ക് വേറെ ആരും കിട്ടിയില്ല. അവിടെ മോനും വെച്ച് പൊണ്ണായിരിച്ചോണ്ടിരിക്കും. നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. നിന്റെ വിസയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ പറയണ്ടേ? എനിക്കങ്ങ് വേണ്ട, ഞാനങ്ങ് പോകില്ല. അങ്ങനെ ചെറുക്കനെ കൊണ്ടുപോകാൻ പറ. എന്നാൽ ഈ കോഴി ഭയങ്കര സാധനമാണ്. ആണോ? ജോസ് വിളിച്ചിരുന്നു ദുബായിന്ന്. ഇവന്റെ വിസയ്ക്കുള്ള കാര്യങ്ങൾ ശരിയാക്കട്ടെ എന്ന് ചോദിച്ചു. അത് ഇവന്റെ അടുത്തൊന്ന് ചോദിക്കാന്ന് വിചാരിച്ചു. ചോദിച്ച പാവം പറയാണ് പോണില്ല. എടാ, ഇവിടെ കറങ്ങിയിടുന്ന ജീവിതം കളയല്ലേടാ. പോയി 10 കാശുണ്ടാക്കടാ. മേരി ചേച്ചി, മിക്കവാറും ഈ ആഴ്ച ലോൺ പാസ്സാകോട്ടാ. ആ, പാസ്സായാൽ മതിയായിരുന്നു. എന്നിട്ട് വേണം എനിക്ക് ആ മതിലൊന്ന് കെട്ടിപ്പോക്കാൻ. നിങ്ങളുടെ മതിൽ കെട്ടിയാൽ എത്ര ഐഡി? ചേട്ടനെ അറിയാൻ പാടുള്ളൂ. വീട് നന്നായിണ്ട് കേട്ടാ, നല്ല പണി. കാശ് മുടക്കേണ്ട കാണാനുണ്ട്. അല്ല, പപ്പൻ ചേട്ടൻ പോയാ? അടുത്ത ആഴ്ചയിലേ പോകുള്ളൂ. മോനെയും കൊണ്ട് പുള്ളിയുടെ പെങ്ങക്കടെ വീട്ടിൽ പോയേക്കണേ. കാണേണ്ട കാഴ്ചയായിരുന്നു. എന്ത്? ആ ചെറുക്കനില്ലേ പൊട്ടാസ്, അതിനെ തല്ലിപ്പഴിപ്പിച്ച് ആ ടിവിയും തല്ലിപ്പൊളിച്ചു. അവൻ മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ട് ഏതാണ്ട് കാണിച്ചതാ. എന്താ അല്ലേ, ആ ചെറുക്കന്റെ ഭാഗ്യമാണ്. ആ കുഴി വീണ പൊടി കിട്ടുമോ? പിന്നെ നിങ്ങൾ എന്തായി പറയണ? ആ ജീപ്പ് എങ്ങാനും വന്ന് മേലേക്ക് വീണാല? പഞ്ചായത്തിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്തു തുടങ്ങിയല്ലേ? അല്ല മേരി ചേച്ചി, നിങ്ങളുടെ കോഴി മുട്ടയിട്ട് തുടങ്ങിയാ? എന്റെ കോഴി മുട്ടയിടുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടാറില്ല. ആരണ്ടൊക്കെ തിന്നണ്ടെന്നാ തോന്നുന്നത്. പെണ്ണുമ്പിള്ളേ, നിങ്ങൾ കുറച്ച് ദിവസമായില്ല തുടങ്ങിയിട്ട്. അല്ല, നിന്റെ പേര് ഞാൻ പറഞ്ഞ അത് തന്നെ. നിങ്ങക്ക് നിങ്ങളുടെ 2 കോഴിമുട്ടയല്ലേ കാണാതായുള്ളൂ. എനിക്ക് എന്റെ മോളെ കാണാതാവുന്ന സംശയം. ആ, മോളെ മര്യാദക്ക് വളർത്തണം, അല്ലെങ്കിൽ എനിക്കതന്നെ പറയാനുള്ളത്. ചെക്കനെ മര്യാദക്ക് വളർത്തണം, അല്ലെങ്കിലേ ഈ നാട്ടിലെ പല പെൺകുട്ടികളും കാണാതാവുള്ള സാധ്യത. എന്റെ മോനെന്ത് ചെയ്യുന്നു? അത് മോനോട് പോയി ചോദിക്കി. അതല്ലേ
ഇളക്കിളക്കിയുള്ള പോക്കണ്ടില്ലേ? അതെ, ആ ആനിപ്പെണ്ണിന് വയറ്റിലുണ്ടോന്ന് വരെ എനിക്ക് സംശയം. ഒന്ന് പോജയെ പിഴപ്പ് പറയാതെ. കേട്ടപ്പോ എൻ്റെ ഒരു മൊബൈൽ ഫോൺ നിനക്ക് പറയസിന്റെ മോളായിട്ട് എന്താ കാര്യം? കാര്യം പറയടാ. ഇവിടെ പറയടാ. ഇത് പ്രാന്ത് കൂത്താ. എടാ, നിന്നോട് ചോദിച്ചാൽ മറുപടി പറയടാ. ഇവിടെ പറയടാ. എടാ, വിടടാ. എടാ, വിടാ. എടാ, വിടാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. എടാ മോനെ, നിനക്ക് വേറെ ആരും കിട്ടിയില്ലടാ. ഇത് ഇവിടെ നടക്കൂല, ഞാൻ സമ്മതിക്കൂല. ആ. ഒരു പ്രശ്നമില്ല, ഞാൻ നോക്കിക്കോളാം. അയ്യടാ, അപ്പൊ നിങ്ങൾ പറ്റണം, നിന്നെ ശരിയാക്കി തരാം. ആഹാ, നിന്റെ കയ്യിലിരിപ്പ് ഇതാണല്ലേ? മൊട്ടക്കള്ളിയുടെ മോളെ അവൻ കെട്ടാൻ പോണു. നിനക്ക് വേറെ ആരും കിട്ടില്ലടാ. അമ്മ ഒന്ന് പോയേ. അവനുണ്ട് ആളെ കണ്ടുപിടിച്ചേക്കണ്. ഞാൻ നിന്നെ ശരിയാക്കി തരാം. നിന്റെ കല്യാണം ഞാൻ നടത്തി. ഞാൻ എന്താടാ വീട്ടിൽ കിടന്ന് അമ്മ നടക്ക പറയണ്ടല്ലോ, സത്യമാണോ? എടാ അത് എന്തേ? എടാ നീ കേട്ടൊക്കെ സത്യം. ഇത്രയും നാള് കൂടെ നടന്നിട്ട് നീ പോടാ. എടാ ഞാൻ പറഞ്ഞ നീ ഒന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട, ഇവിടെ നിർത്തിക്കോ. കണ്ട കൂടെ നടന്ന കൂട്ടുകാരന്റെ സ്വഭാവം. രാവും പാലും കൂടെ നടന്നിട്ട് ഇപ്പൊ എന്തായി? കിട്ടിയില്ലേ? അവളുടെ ഒരു ഒടുക്കത്തെ പ്രേമം കുടുംബം നശിപ്പിക്കാനായിട്ട്. മോനെ, നീ ഇവിടെ നിന്നാ ശരിയാവൂല. നീ ഞങ്ങൾ പറഞ്ഞത് കേൾക്കുമോനെ. നീ എവിടെയെങ്കിലും പോയി ജീവിതം രക്ഷപ്പെടുത്താൻ നോക്ക്. വണ്ടി എടുത്ത് അവനാ, അതവനല്ലേ? വണ്ടി ഇരിച്ച വണ്ടി ഇരിച്ച. മതിയാ